ഹായ് ഹലോ. അപ്പോൾ ഇതാ ഞാനും ദേവൂട്ടിയും അച്ഛനും പാറുവും ഇതാ പാറുവും അച്ഛനും മുന്നിൽ നടക്കുന്നുണ്ട്, ഞാനും ദേവൂട്ടിയും പുറകിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇന്ന് കുറച്ച് ജിലേബി വാങ്ങണം, പിന്നെ കുറച്ച് അരിയൊക്കെ വാങ്ങണം കേട്ടോ. മട്ടരിയൊക്കെ വാങ്ങാനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ജിലേബിക്ക് പറഞ്ഞു, അതൊക്കെ വാങ്ങിയത്. അച്ഛനും ദേവും മുന്നിൽ നടക്കുന്നുണ്ട്. എന്തോ പറഞ്ഞപ്പോൾ തിരിഞ്ഞ് ചോദിക്കുവാണ് കേട്ടോ എന്താണെന്ന്. ഇതാ പാറൂട്ടിയും ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് ഫോൺ അധികം പിടിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര റോബറിയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഫോൺ കൂടുതൽ പിടിക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ആരും കാണാതെ കുറച്ചായിട്ടൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാ ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരാൾ ചപ്പാത്തി ഇടുന്ന കേട്ടോ. ചപ്പാത്തിയാണോ പൊറോട്ടയാണോ നല്ല വലുപ്പത്തിൽ ലെയറായിട്ട് അവർ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് വണ്ടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. അങ്ങനെ അതും കണ്ടിതാ നമ്മൾ ഫോക്സ്ബർഗ് പോകുന്ന ഇത് ദേവൂട്ടി കുറേ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. ഞങ്ങളിതാ പോവാണ്, ഞങ്ങളിതാ വരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോസ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെത്തി കുറച്ചധികം എന്തൊക്കെയോ സ്പെഷ്യലായ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാന്ന് വീട്ടിലെത്തിയിട്ട് കാണിച്ചുതരാം. ചെക്കൻ്റെ പ്രൊഫൈല് അതൊക്കെ കഴിഞ്ഞ് ദേവൂട്ടീൻ്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്ലോ മോഷനും സ്പീഡ് മോഷനൊക്കെ ഇതേപോലെ നടന്നു വരുന്നുണ്ട്. പോയിട്ട് വരുന്നതാണ് അല്ലേ? അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം, നമ്മുടെ ചക്ക വറുത്തത്, അതായത് ജാക്ക് ഫ്രൂട്ട് ചിപ്സ്. ദേവൂട്ടീൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. അത് നമ്മുടെ കോഴിക്കോട് നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തോ ഒരു സന്തോഷം. സാധാരണ ഞങ്ങൾക്ക് കിട്ടാറില്ല, മട്ടേരി മാത്രമാണ് നാട്ടിൽ നിന്നുള്ള സാധനം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാറ്. ബാക്കിയൊന്നും കേരളത്തിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ കിട്ടൽ വളരെ കുറവാണ്. പിന്നെ നമ്മുടെ ജിലേബി. അപ്പോൾ ഇതൊക്കെ തിന്ന് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇത് എപ്പോഴും കഴിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളിത് വല്ലപ്പോഴേ കഴിക്കാറില്ല. പിന്നെ വീട്ടിലെത്തി ഒരു തട്ടിക്കൂട്ടി ബിരിയാണി, ഇത് ലാസ്റ്റ് ബിരിയാണിക്ക് മസാലയൊക്കെ ഇടുന്നുണ്ട്, ദമ്മൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബിരിയാണി റെഡിയായി ഇതാ വിളമ്പി കഴിക്കാൻ പോവുകയാണ്. പപ്പടം കാച്ചി ഒരു സലാഡും ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അങ്ങനെ ബിരിയാണി എടുത്തു, ചോറെടുത്തു, ബിരിയാണി എടുത്തോളൂ, ചോറെടുത്തില്ല. സലാഡ് പിന്നെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. തൊപ്പിത് പരത്തിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്ത് എടുത്തിട്ട് നമുക്ക്